ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മറുടെ ഭാഗത്ത് നിന്ന് മോശം പ്രകടനമാണ് നടന്നിട്ടുള്ളത്. അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാന്റോസ് കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. നെയ്മർ 11 ഡ്രിബിളുകൾക്ക് ശ്രമിച്ചു, എന്നാൽ 3 മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ സക്സസ് ആയിട്ടുള്ളത്. ഏതായാലും ഈ പ്രകടനത്തിന്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ബ്രസീലിലെ ഫുട്ബോൾ പണ്ഡിറ്റുമാരിൽ നിന്നും നെയ്മർക്ക് ലഭിച്ചത്. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. കാരണം ബ്രസീലിൽ തന്നെ നെയ്മർ ജൂനിയർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ നെയ്മറെ പിന്തുണച്ചുകൊണ്ട് ബ്രസീലിയൻ താരമായ ഡൈവേഴ്സൺ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നെയ്മർക്ക് കുറച്ചൊക്കെ ബഹുമാനം നൽകാം എന്നാണ് ഡൈവേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീം നെയ്മറെ മിസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഡൈവേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീൽ നിർബന്ധമായും നെയ്മർ ജൂനിയർക്ക് ബഹുമാനം നൽകേണ്ടതുണ്ട്. കാരണം നെയ്മർ ബഹുമാനം അർഹിക്കുന്നു. പരിക്കുകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയ താരമാണ് നെയ്മർ. പക്ഷെ ഇപ്പോഴും നെയ്മർ തന്നെയാണ് ബ്രസീലിലെ നമ്പർ 1. ബ്രസീലിന്റെ 10ാം നമ്പറുകാരനായ അദ്ദേഹത്തെ ഇന്ന് ബ്രസീൽ ടീം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡൈവേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ അടുത്ത മാസത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. പുറത്തിരുത്താൻ തന്നെയാണ് തീരുമാനം. പക്ഷേ വേൾഡ് കപ്പിൽ നിന്നും നെയ്മർ ജൂനിയർ പുറത്തായിട്ടില്ല. നെയ്മർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ മെയ് മാസം വരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.